പ്ലസ് ടു എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കണോമി ചോദിക്കാത്ത വർഷങ്ങളില്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കണോമി. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ 3 കാര്യങ്ങൾ എഴുതാം. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്രത്തോളം ക്വാണ്ടിറ്റീസിലാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആരാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഈ 3 കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ ലിസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്കിനി ഓരോന്നായിട്ട് പഠിക്കാം. ഫസ്റ്റത്തെയാണ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്രത്തോളം ക്വാണ്ടിറ്റീസിലാണ്. നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. എത്രത്തോളം ക്വാണ്ടിറ്റീസിലാണ് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതായത് നമ്മുടെ എഡ്യൂക്കേഷന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഹെൽത്ത് കെയറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് എടുക്കാം, ഫുഡ്, വാട്ടർ, ഇങ്ങനെയുള്ള ബേസിക് നീഡ്സ്. അത് നമ്മുടെ എക്കണോമിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റീസിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നും, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്, ബേസിക് ആയിട്ടുള്ള നീഡ്സ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്തൊക്കെയാണോ ആവശ്യങ്ങൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈഡ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. രണ്ടാമത്തെയാണ് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് വരുന്നത് ചോയ്സ് ഓഫ് ടെക്നോളജിയാണ്. അതായത് എന്ത് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. 2 ടെക്നോളജീസാണ് നമുക്കുള്ളത്. ലേബർ ഇൻറ്റൻസീവും ഉണ്ട്, ക്യാപിറ്റൽ ഇൻറ്റൻസീവും ഉണ്ട്. ലേബർ ഇൻറ്റൻസീവ് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് ലേബറേഴ്സിനെ, പണിക്കാരെ നമ്മൾ ഏൽപ്പിച്ച് പണിയെടുപ്പിക്കുന്നതിനെയാണ് ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ മെഷീൻസ് വെച്ചിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഹൗ ടു പ്രൊഡ്യൂസ്. മൂന്നാമത്തെയാണ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഫോർ ഹും ടു പ്രൊഡ്യൂസിൽ വരുന്നത് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ടാണ്. അതായത് നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും അല്ലേ. അപ്പോൾ ആ ഔട്ട്പുട്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ 4 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഫസ്റ്റത്തെയാണ് ലാൻഡ്. ലാൻഡിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്, റെൻറ്റ് കിട്ടും അല്ലേ. ഇപ്പോൾ നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുത്താൽ നമുക്കതിൽ നിന്ന് റെൻറ്റ് കിട്ടും, വാടക കിട്ടും. അപ്പോൾ ആ ഒരു വീടെന്ന് പറയുന്നത് എന്താണ്, ലാൻഡ് അല്ലേ. അപ്പോൾ ലാൻഡിൽ നിന്ന് നമുക്ക് റെൻറ്റ് കിട്ടും. രണ്ടാമത്തായിട്ട് ലേബറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, വേജസ് കിട്ടും. നമ്മളിപ്പോൾ ഒരു പണിക്ക് പോയാൽ നമുക്ക് എന്ത് കിട്ടും, അതിൽ നിന്ന് വേജസ്, സാലറി കിട്ടും അല്ലേ. അടുത്ത ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ബിസിനസ്സിലൊക്കെ നമ്മൾ ക്യാപിറ്റൽ ഇറക്കും അല്ലേ. അക്കൗണ്ടൻസിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ക്യാപിറ്റൽ കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അടുത്താണ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ലാൻഡിൽ നിന്ന് റെൻറ്റ് കിട്ടും, ലേബറിൽ നിന്ന് വേജസ് കിട്ടും, ക്യാപിറ്റലിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും, ഓർഗനൈസേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.